ജീവനക്കാർക്ക് ശമ്പളം കഴിക്കാൻ പറ്റുമോ? പെൻഷൻ പറ്റിയ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. മരണസംഖ്യ വളരെ വളരെ കുറവാണ്. ആരോഗ്യ പരിപാലനത്തിൽ നമ്പർ സ്റ്റേറ്റാണ്. അത് പ്രശ്നമാണ്. ജനിക്കുന്നത് മാത്രമല്ല, മരിക്കുന്നത് വളരെ കുറവാണ്. 80, 85, 90, 95, 100. എന്റെ അമ്മയ്ക്ക് 94, 50,000 രൂപ പെൻഷൻ കിട്ടുന്നു. അപ്പൊ ഞാൻ തന്നെ എന്റെ കൊണ്ട് തന്നെ കാര്യം വീട്ടിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് 50,000 ആവശ്യമുള്ളൂ. അത് വീട്ടിൽ 94 വയസ്സിൽ നമ്മെക്കൂടെ കഴിക്കുന്നത് ഞാൻ പറയുന്നത്. കാരണം ഈ ജീവനോട് 25 കൊല്ലം ജീവിക്കണം. അത്രയും സഹായ സർക്കാരുകളൊന്നും നമ്മളത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജീവിക്കും. ഇതാണ് പ്രശ്നം. ആളുകൾ മരണങ്ങളാണ്. പെൻഷൻ അന്നും കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് 4 ആൾ കഷ്ടപ്പെടുന്നുണ്ട്. എത്ര ലക്ഷമാണ് പെൻഷൻകാർക്ക്? KSRTC 44,000 വരുന്നത്. അധ്യാപക ഉപയോഗിച്ചിട്ടുള്ള അധ്യാപകരുടെ സമ്മാനം എത്ര ലക്ഷക്കാർക്ക്? ജീവനക്കാരെ എത്ര ലക്ഷക്കാർക്ക്? ഇത് വൈകിട്ട് 1 ആയിരം വായിക്കുന്നത് സാധ്യത നോക്കുമ്പോ ഇല്ലങ്ങളുണ്ട്. എന്നിട്ട് ഇറങ്ങി പിണറായി വിളിക്കുന്നത് ഒരു മനസ്സാക്ഷി നടക്കും. ആ ബാലഗോപാലാണെങ്കിൽ ഇത് കേട്ട് 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 വലുതായിരിക്കും. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കരുത്. നമ്മൾ ഇപ്പൊ ഒരു വിഷയമില്ല. പ്രഖ്യാപിക്കുന്നതും കൊടുക്കാനുള്ളതും കൊടുക്കുക, ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷം ഒരു മുൻഗണന ഇടതുണ്ട്. ആ മുൻഗണനയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ മുൻഗണനയിൽ ആദ്യം പരിഗണിക്കുന്ന ഒരു വിഭാഗത്തിൽ പെടുന്നവരാണ് കേരളത്തിലെ ഈ തരത്തിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാർ. അംഗൻവാടി, ആശാവർക്കേഴ്സ്, പാചകത്തൊഴിലാളി, പണിയെടുക്കുന്ന പാവപ്പെട്ട ആളുകൾ. അവരെ പരിഗണിക്കും. പണം വരട്ടെ. നിങ്ങൾ വിഷമിക്കണ്ട. ഈ ഗവൺമെന്റ് ഈ 1 വർഷം കൊണ്ട് 12 മാസം വിഷമിക്കണ്ട. ഈ ഗവൺമെന്റ് ഇതുവരെ 500 രൂപയിൽ ആശാവർക്കറിന് 7,000 വരെ ഓണറേറിയം കൊടുക്കാമെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ഗവൺമെന്റ് കേരളത്തിൽ. ഇന്ന് 5 വർഷം പൂർത്തീകരിച്ച് വീണ്ടും നമ്മൾ വരുമല്ലോ. ഒരു സംശയം വേണ്ട. അല്പം